കഥയെ ആരംഭിക്കുന്നത് റഷ്യയിലെ ഒരു ജയിലിൽ നിന്നുമാണ്. അവിടെ രണ്ട് പ്രിസണേഴ്സ് തമ്മിൽ ശക്തമായ ഫൈറ്റ് നടക്കുകയായിരുന്നു. മൈലോക്ക് എന്ന പേരുള്ള ആജാനുബാഹുവായ ഒരു ആഫ്രിക്കൻ വംശജനായ തടവുപുള്ളി ഒരു സഹതടവുകാരനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഗാർഡുകളത്തെ തടഞ്ഞിട്ടും മൈലോക്ക് പിന്മാറാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഗാർഡുകൾ ബലം പ്രയോഗിച്ച് മൈലോക്കിനെ തളച്ചു. ഇതേസമയം മറുവശത്ത് ഒരു തടവുപുള്ളിയായ പ്രിസണർ 451 തന്റെ ജേണലിൽ കാര്യമായി എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെ ശാന്തമായാണ് 451 കാണപ്പെടുന്നതെങ്കിലും ജയിലിലെ ഏറ്റവും വലിയ അപകടകാരിയായി 451നെ കരുതിപ്പോന്നിരുന്നു. തന്റെ സെൽമേറ്റ്സിനെ ഒരു മടിയും കൂടാതെ കൊല്ലുന്നതിൽ 451 കുപ്രസിദ്ധിയെ ആർജിച്ചിരുന്നു. 451നെതിരെ അവിടുത്തെ അധികാരികൾ പ്രത്യേകിച്ച് നടപടികളൊന്നും എടുത്തതുമില്ല. അതിലും ചില കാര്യങ്ങളുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും റഷ്യയിലെ ഒരു ഫാക്ടറിയിലേക്ക് നീങ്ങുന്നു. കൈലിലെ ബ്ലാങ്ക് എന്നു പേരുള്ള ഒരു അമേരിക്കൻ വർക്കറെ നമ്മൾ പരിചയപ്പെടുന്നു. റഷ്യയിൽ വന്ന് അദ്ദേഹം ജോലി നോക്കുകയാണ്. കൈൽ എന്ന ഭാര്യയുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഭാര്യ ഗ്രേ കൈലിനോട് നമുക്കൊരു വെക്കേഷന് പോയാലോ എന്ന തരത്തിൽ ചോദിച്ചു. പക്ഷേ ഇപ്പോ ജോലി തിരക്കുള്ള സമയമാണെന്നും ഇവിടെ നിന്നും മാറാൻ പറ്റില്ല എന്നുമായിരുന്നു കൈലിന്റെ മറുപടി. അന്ന് സന്ധ്യയോടെ ഗ്രേ വീട്ടിലെ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്. കൈലിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുമുണ്ട്. ഈ സമയം വീടിന്റെ പുറത്തുനിന്ന് സെർജിയോ എന്ന പേരുള്ള ഒരു അപരിചിതൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗ്രേയെ പീഡിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ആ നോട്ടമൊക്കെ. ഒരവസരത്തിൽ സെർജിയോ വീടിന്റെ അകത്തേക്ക് കടന്നു കയറി ഗ്രേയെ ആക്രമിക്കാൻ തുടങ്ങി. ഗ്രേയെ എതിർത്തപ്പോൾ ഗ്രേയെ ഉപദ്രവിച്ചു. ഈ ശബ്ദങ്ങൾ കയ്യിൽ ഫോണിലൂടെ കേട്ടിരുന്നു. ഓഫീസിൽ നിന്നും അവൻ പാഞ്ഞിറങ്ങാൻ തുടങ്ങി. ഗ്രേയുടെ പ്രതിരോധം തുടർന്നപ്പോ സെർജിയോ ഒരു കത്തിയെടുത്ത് അത് വെച്ച് അവളെ ഭീഷണിപ്പെടുത്താൻ തുനിഞ്ഞു. പിന്നീടുള്ള ആക്രമണത്തിൽ ഗ്രേ കൊല്ലപ്പെട്ടു. വീട്ടിലേക്ക് പാഞ്ഞെത്തിയ കയ്യിൽ കണ്ടത് സോഫയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയായിരുന്നു. നോക്കി നിൽക്കെ വീടിനകത്ത് മറിഞ്ഞിരുന്ന സെർജിയോ കൈലിനെ ആക്രമിച്ചു. പിന്നാലെ അവിടെ നിന്നിറങ്ങി ഓടാൻ തുടങ്ങി. വീണെടുത്ത് നിന്നെഴുന്നേറ്റ കൈലാകട്ടെ സെർജിയോടെ പിന്നാലെ വെച്ച് പിടിച്ചു. പബ്ലിക് പ്ലേസിൽ വെച്ച് അവർ തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ശക്തമായ ഫൈറ്റ് തന്നെ സംഭവിച്ചു. ഏറ്റുമുട്ടലിന്റെ ഒരു ഘട്ടത്തിൽ കൈല് താഴെ വീഴുകയും സെർജിയോ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയ പോലീസുകാർ കൈലിനെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. വൈകാതെ കോടതിയിൽ കൈൽ ഹാജരാക്കപ്പെട്ടു. സെർജിയോയും പിടികൂടപ്പെട്ട് അവിടെയുണ്ട്. പക്ഷേ സെർജിയോ സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. ജഡ്ജിക്ക് കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച് സെർജിയോ രക്ഷപ്പെട്ടു. കൈലിനെ എല്ലാ കുറ്റങ്ങളുടെയും പേരിൽ ജഡ്ജി ശിക്ഷയ്ക്ക് വിധിച്ചു. ഒരിക്കലും അത് അംഗീകരിക്കാൻ കൈലിന് പറ്റുമായിരുന്നില്ല. കോടതി മുറിയിൽ വെച്ച് തന്നെ അടുത്ത് നിന്ന് ഓഫീസറുടെ തോക്ക് വലിച്ചൂരിയെടുത്ത് അതുപയോഗിച്ച് സെർജിയോയെ കയ്യിൽ വെടിവെച്ചു കൊന്നു. കോർട്ട് റൂമിൽ വെച്ച് എല്ലാവരും നോക്കി നിൽക്കാൻ നടന്ന ഒരു കാര്യം ജഡ്ജി അതിനെ തുടർന്ന് കൈലിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പരോൾ പോലും ഇല്ലാതെ കൈലിനെ അങ്ങനെ ക്രവാവി പ്രിസണിലേക്ക് മാറ്റുകയാണ്. റഷ്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് എന്നറിയപ്പെടുന്ന ആ ജയിലിലേക്ക്. അതായിരുന്നു കൈല് സ്വതന്ത്രനായി ജീവിച്ച അവസാന ദിവസം. കൈലിന് വൈകാതെ ജയിലിലേക്ക് എത്തിക്കപ്പെട്ടു. ജയിലിലേക്ക് എത്തിക്കപ്പെട്ട കൈലും കൈലിനൊപ്പം എത്തിച്ചേർന്ന മറ്റ് തടവുപുള്ളികളും ജനറൽ ഹർഷോവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ജനറൽ ഹർഷോ ക്രൂരനായ ഒരു ജയിൽ വാർഡനാണ്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന തടവുപുള്ളികളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അയാൾ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന തടവുപുള്ളികളിൽ ബില്ലി എന്നു പേരുള്ള ഒരു അമേരിക്കൻ യുവാവുമുണ്ടായിരുന്നു. 21 വയസ്സ് മാത്രമായിരുന്നു ബില്ലിയുടെ പ്രായം. വൈകാതെ ജയിൽ പ്രൊസീജിയറിലേക്ക് കാര്യങ്ങൾ കടന്നു. ആദ്യഘട്ടത്തിൽ എല്ലാ തടവുപുള്ളികളും അവരുടെ വാല്യുബിൾസ് ഓഫീസേഴ്സിന് കൈമാറണമായിരുന്നു. പക്ഷേ തന്റെ വെഡ്ഡിംഗ് റിംഗ് കൊടുക്കാൻ കയ്യിൽ മടിച്ചു നിന്നു. അതിന്റെ പേരിൽ ഒരു ഓഫീസർ അവനെ ക്രൂരമായി തല്ലിച്ചതച്ചു. അവന്റെ കയ്യിൽ നിന്ന് ആ മോതിരം പിടുങ്ങി വാങ്ങി. പിന്നാലെ നീണ്ട മുടിയുള്ളവരുടെ മുടിയൊക്കെ ഓഫീസേഴ്സ് വെട്ടിക്കളഞ്ഞു. അന്ന് രാത്രിയിൽ പുതുതായി എത്തിയ തടവുപുള്ളികൾ ഓരോരുത്തർക്കും സെൽ അസൈൻ ചെയ്യാത്തതുകൊണ്ട് ഹോസ്റ്റൽ പോലുള്ള വലിയൊരു ഹാളിലായിരുന്നു താമസിക്കേണ്ടിയിരുന്നത്. അവിടെ അങ്ങനെ നിൽക്കുമ്പോ അവിടുത്തെ ഒരു ഓഫീസർ തന്റെ വെഡ്ഡിംഗ് റിംഗ് ധരിച്ചിരിക്കുന്നത് കയ്യിൽ കണ്ടു. കൈലിന്റെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു വന്നെങ്കിലും അതവൻ തടഞ്ഞു നിർത്തി. ഒരു തരത്തിൽ ഗ്രേയുടെ ഒരു ഫോട്ടോ ഒളിപ്പിച്ച് കയ്യിൽ സൂക്ഷിക്കാൻ കൈലിന് സാധിച്ചിരുന്നു. രാത്രിയിൽ ആ ഫോട്ടോ ദുഃഖത്തോടെ അവൻ നോക്കിക്കണ്ടു. അന്ന് രാത്രിയിൽ ബില്ലിയെ അവിടുത്തെ ഗാർഡുകൾ പിടിച്ചുകൊണ്ടുപോകുന്ന ശബ്ദം കേട്ട് കയ്യിലുണർന്നു. ബില്ലിയെ അവർ പിടിച്ചുകൊണ്ടുപോയത് മറ്റൊരു സെല്ലിലേക്ക് ഇടുവാനായിരുന്നു. അങ്ങോട്ടേക്ക് പിന്നാലെ റഷ്യൻ മാഫിയയിലെ അംഗമായ ആൻഡ്രേ എന്നു പേരുള്ള ജയിലിലെ ഫൈറ്റർ കൂടിയായ ഒരാൾ കടന്നു ചെന്നു. ആൻഡ്രേക്ക് കാഴ്ചവെക്കാനായിരുന്നു ബില്ലി അവർ കൊണ്ടുപോയത്. ചെറുപ്പക്കാരായ പയ്യന്മാരെ പീഡനത്തിന് വിധേയമാക്കുക ആൻഡ്രേക്കൊരു ഹരമായിരുന്നു. ഗാർഡുകളും ആൻഡ്രേയും മറ്റും തമ്മിൽ ചില സംഗതികളുണ്ട്. ആ ജയിലിനകം തന്നെ ഒരു നരകമായിരുന്നു. അന്ന് രാത്രിയിൽ ബില്ലി ക്രൂരമായി ആൻഡ്രയാൽ പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. അടുത്ത ദിവസം എല്ലാവരെയും ജയിൽ ബാത്റൂമിലേക്ക് ബ്രഷ് ചെയ്യാനും മറ്റുമായി നയിക്കപ്പെട്ടിരുന്നു. ആദ്യമായി ജയിലിലെത്തിയതുകൊണ്ട് കൈലിന് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നിരുന്നാലും അവനൊരു തരത്തിൽ മാനേജ് ചെയ്ത് പുറത്തു കടന്നു. പുറത്തേക്ക്
പുറത്തേക്ക് പോകുമ്പോൾ ഒരു സെല്ലിൽ നിന്ന് പരിക്കേറ്റ ബില്ലിയെ ഉപേക്ഷിച്ച് ആൻഡ്രെ പുറത്തേക്ക് വരുന്നത് അവൻ നോക്കിക്കണ്ടിരുന്നു. പുറത്തേക്ക് വന്ന ആൻഡ്രെ കൈലിനെ പറ്റി മനസ്സിലാക്കി കൈലിന്റെ ഭാര്യ കൊല്ലപ്പെട്ട രീതിയിലും മറ്റും അവനെ കളിയാക്കാനൊക്കെ ആരംഭിച്ചു. ബില്ലിയുടെ അവസ്ഥയും കളിയാക്കലിന്റെ സമ്മർദ്ദവും വർദ്ധിച്ചപ്പോ തീരെ സഹിക്കാൻ പറ്റാതെ ഒരു ഘട്ടത്തിൽ കൈൽ ആൻഡ്രയെ കടന്നാക്രമിക്കുകയാണ്. ഉടൻ തന്നെ ഗാർഡുകളെത്തി കൈലെ പിടികൂടി ജയിലിൽ ആക്രമണം നടത്തിയതിന്റെ പേരിൽ അവനെ ഒരു ഏകാന്ത തടവിലേക്ക് മാറ്റി. നീതികേടാണ് ഗാർഡുകൾ കാണിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൈല ഏകാന്ത തടവിൽ പ്രതിരോധം തീർക്കാൻ ആരംഭിച്ചു. ഗാർഡുകൾ കൊടുത്ത ഭക്ഷണം കഴിക്കുവാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. ദിവസങ്ങൾ നീണ്ട പട്ടിണി കൈലിനെ വീക്കാക്കി. അവന്റെ മാനസിക നില പോലും തെറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു. കൈല ജയിലിൽ ആ സെല്ലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ എല്ലാം തന്നെ പരാജയപ്പെട്ടു. ദേഷ്യത്തിൽ കൈല് ഭിത്തിയിൽ തലയിടിച്ച് ബോധം മറിക്കുവാനുള്ള ശ്രമം നടത്തി. ഇതെല്ലാം ആ സെല്ലിന്റെ തൊട്ടപ്പുറത്തെ ഏകാന്ത തടവിൽ താമസിച്ചിരുന്ന മറ്റൊരാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ആ തടവ് പുള്ളി ജയിൽ ഭിത്തിയിൽ തട്ടി കയ്യില് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവസാനിപ്പിക്കാൻ അവനെ നിർബന്ധിച്ചു. വീണുകിടന്ന കയ്യിൽ ആ സമയം സെല്ലിനകത്തൊരു പൂമ്പാറ്റയെ കണ്ടു. ആ പൂമ്പാറ്റയുടെ ഓർമ്മ ഗ്രേയെപ്പറ്റി കൈലിനെ ഓർമ്മിപ്പിച്ചു. മിണ്ടാപ്രാണികളെ പോലും ഒട്ടും നോവിക്കാത്തൊരു പ്രകൃതമായിരുന്നു ഗ്രേയുടേത്. ആ പൂമ്പാറ്റ പറന്ന് കൈലിന്റെ ഭക്ഷണപാത്രത്തിൽ വന്നിരുന്നു. ഗ്രേയെപ്പറ്റിയുള്ള ഓർമ്മകൾ ജീവിക്കണമെന്നൊരു പ്രതീക്ഷ കൈലിന് പകർന്നു. ഭക്ഷണമെടുത്ത് കൈല് കഴിക്കാൻ ആരംഭിച്ചു. 5 ദിവസത്തെ ഏകാന്ത തടവിന് ശേഷം കൈലിനെ മാറ്റിയത് 451 എന്ന പ്രസനറുള്ള അതേ തടവറയിലേക്കായിരുന്നു. സെല്ലിൽ താമസിക്കുന്ന സഹ തടവുകാരെ കൊല്ലുന്ന ക്രൂരനായ പ്രസനറുടെ മുറിയിലേക്ക്. ഗാർഡുകൾക്കും വേണ്ടത് അത് തന്നെയായിരുന്നു. പ്രതിഷേധം തീർക്കുന്ന കൈൽ കൊല്ലപ്പെടുക. അങ്ങോട്ടേക്ക് ആക്കുന്നതിനു മുമ്പ് ഗാർഡുകൾ അതിനെപ്പറ്റി കൈലിനെ വാൺ ചെയ്തു. ആ സെല്ലിൽ നിന്ന് മാറ്റണമെങ്കിൽ പണം തന്നാൽ മതി മാറ്റാമെന്ന് അവനോട് പറയുകയും ചെയ്തു. ഗാർഡുകൾ അതൊരു ബിസിനസ്സായി തന്നെ കൊണ്ടു നടക്കുകയായിരുന്നു. 451 ഭയമുള്ളവർ ഗാർഡുകൾക്ക് പണം കൊടുക്കും. അതുകൊണ്ടായിരുന്നു 451 നടപടിയെടുക്കാതെ ഗാർഡുകൾ അവനെ വെച്ചുപുറപ്പിക്കുന്നത്. അതൊക്കെ അവോയ്ഡ് ചെയ്ത് കൈല് നേരെ ആ സെല്ലിനകത്തേക്ക് കയറി. 451 സംസാരിക്കാനോ ഒന്നിനും കയ്യില് പോയതുമില്ല. തന്റെ കാര്യം നോക്കി കൈൽ ആ സെല്ലിൽ കഴിയാൻ തുടങ്ങി. അടുത്ത ദിവസം കൈലിന്റെ ബ്രദറിൻലോ അവനെ വിസിറ്റ് ചെയ്യാൻ എത്തിയിരുന്നു. കൈൽ പറഞ്ഞ പോലെ തന്നെ ഗ്രേയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയെന്നും കൈലിനെ പുറത്തിറക്കാൻ വേണ്ട കാര്യങ്ങൾ താൻ നോക്കുന്നുണ്ട് എന്നും അയാൾ പറഞ്ഞു. തൽക്കാലത്തേക്ക് എന്ത് കൈക്കൂലി കൊടുത്താണെങ്കിലും ജയിലിലെ സുഖസൗകര്യങ്ങൾ വാങ്ങിയെടുക്കാനും അയാൾ ഉപദേശിച്ചു. കൈലിന് പക്ഷേ ഒന്നിലും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ജയിലിലെ തടവ് പുള്ളികളെ അവിടുത്തെ വാർഡനും ഗാർഡുകളും ചേർന്ന് കഠിനമായ പണികൾ എടുപ്പിക്കുമായിരുന്നു. അതിന്റെ പണം മുഴുവൻ പോകുന്നതാകട്ടെ അവരുടെ പോക്കറ്റിലേക്കുമായിരുന്നു. കൈലും അത്തരത്തിൽ ജോലിക്കായി നിയോഗിക്കപ്പെട്ടു. ജയിലിന് പുറത്തൊരു ദിവസം നല്ല ജോലി നടക്കുമ്പോൾ കൈല് പെട്ടെന്ന് അവശതയിലായി. കൈലിന് അത്തരത്തിൽ ഹാർഡ് വർക്ക് ഒന്നും ചെയ്ത് പരിചയമില്ലായിരുന്നു. ഒഫീഷ്യൽസ് കൈലിനെ അങ്ങനെ വിശ്രമിക്കാനൊന്നും സമ്മതിച്ചില്ല. വീണ്ടും കഠിനമായ ജോലിയിലേക്ക് അവന് പോവേണ്ടി വന്നു. പിന്നീട് ജയിലിൽ തുടരുമ്പോൾ കൈല് ബില്ലിയെ കണ്ടു. പ്രസന്റ് യാർഡിൽ വെച്ച് കണ്ടുമുട്ടിയവർ തമ്മിൽ സംസാരിച്ചു. ആൻഡ്രൂവിനെ ഇടിച്ചതിന് ബില്ലി കൈലിനോട് നന്ദി പറഞ്ഞു. ആ സമയത്താണ് ബില്ലി താൻ എങ്ങനെയാണ് ജയിലിലെത്തിയതെന്ന് പറയുന്നത്. ബില്ലി തന്റെ ഗേൾഫ്രണ്ടിനൊപ്പം ഒരുപാട് മദ്യപിച്ച് വണ്ടിയോടിച്ചതായിരുന്നു. ഒരു അപകടത്തിൽപ്പെട്ടു. അതിന്റെ പേരിൽ ശിക്ഷ കിട്ടി ജയിലിലേക്ക് വന്നതാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് മലക്കായ് എന്ന പേരുള്ള ഒരു അമേരിക്കൻ പ്രസനർ വരുന്നത്. ആള് വീൽ ചെയറിലാണുള്ളത്. ആൾക്കെന്തൊക്കെയോ രോഗങ്ങളുണ്ട്. മലക്കായ് അവരോട് സംസാരിച്ചു. ജയിലിലേക്ക് വസ്തുക്കൾ കടത്തി അത് പ്രസനേഴ്സിന് വിറ്റ് അയാൾ വരുമാനമുണ്ടാക്കുന്നുണ്ട്. അതിലൊരു എമൗണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കും പോകും. 451 ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു പ്രസനറാണെന്നും അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഉണർന്ന് പ്രവർത്തിക്കാനും മലക്കായ് കൈലിനോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ കൈല് ഗ്രേയുടെ ഫോട്ടോ നോക്കി കിടന്നു. രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു. ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു. കയ്യിൽ ഒച്ചയുണ്ടാക്കി. 451 അത് അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. 451 അന്ന് അവന്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. ഒടുവിൽ കയ്യിൽ എഴുന്നേറ്റപ്പോഴായിരുന്നു അവൻ ആ പിടിവിട്ടത്. അടുത്ത ദിവസം കൈല് മലക്കായ്ക്കും ബില്ലിക്കുമൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആൻഡ്രേ അടുത്തേക്ക് വന്ന് കൈലിനെ ഹരാസ് ചെയ്യാൻ ആരംഭിച്ചു. കൈലിന്റെ ഭക്ഷണത്തിലേക്ക് അയാൾ തുപ്പിപ്പോലും ഇട്ടു. കൈല് പക്ഷേ ഒന്നും ചെയ്തില്ല. സ്വയം നിയന്ത്രിച്ചു നിന്നു. വൈകാതെയായിരുന്നു സ്പാർക്കെ ആരംഭിക്കുന്നത്. സ്പാർക്കെ എന്ന് പറയുന്നത് ജയിലിലെ ഫൈറ്റിനെയാണ്. ആൻഡ്രു എല്ലാം സ്പാർക്കയിലെ മെയിൻ ഫൈറ്റേഴ്സിൽ ഒരാളാണ്. ജയിൽ വാർഡനായിരുന്നു അത് ഓർഗനൈസ് ചെയ്യുന്നത്. വൈകാതെ സ്പാർക്ക ഫൈറ്റ് നടന്നു. ആൻഡ്രുവും മറ്റൊരു എതിരാളിയും ഫൈറ്റിൽ ഏറ്റുമുട്ടി. ശക്തമായ പോരാട്ടമായിരുന്നു.
അതിൽ വിജയിച്ചതാകട്ടെ പതിവ് പോലെ ആൻഡ്രയും. ആൻഡ്രേ വിജയിച്ചാൽ ആൻഡ്രയ്ക്കുള്ള പ്രതിഫലം താനായിരിക്കും എന്ന് ബില്ലി മുൻകൂട്ടി കണ്ടിരുന്നു. ബില്ലി അതുകൊണ്ട് തന്നെ രഹസ്യമായി ചെറിയൊരു ആയുധം തയ്യാറാക്കി കയ്യിൽ വെച്ചു. അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ആൻഡ്രയെ ആക്രമിക്കാനായിരുന്നു അത്. ബില്ലി വിചാരിച്ച പോലെ തന്നെ നടന്നു. ഓഫീസേഴ്സ് എത്തി ബില്ലിയെ ആൻഡ്രയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. ഇനിയും ആക്രമിക്കാതെ വയ്യ എന്ന ഘട്ടം വന്നതോടെ കരുതിയ ആയുധമെടുത്ത് ബില്ലി ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആൻഡ്രേ അത് മുൻകൂട്ടി കണ്ട് ബില്ലിയെ തിരിച്ചാക്രമിച്ചു. ബില്ലിക്കതിൽ സാരമായി തന്നെ പരിക്കേറ്റു. ബില്ലിയെ ഉടനടി ഓഫീസേഴ്സ് അവിടുത്തെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അടുത്ത ദിവസം പതിവ് പോലെ കൈലും കൂട്ടുകാരും ജോലിക്കായി ഇറങ്ങിയിരുന്നു. അവിടെ വെച്ച് ആൻഡ്രുവിന്റെ സംഘാംഗങ്ങൾ കൈലുമായി വീണ്ടും പ്രശ്നമുണ്ടാക്കി. ഓഫീസേഴ്സ് വന്ന് ചോദിച്ചപ്പോ ആൻഡ്രയുടെ ആളുകൾ കയ്യിലാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന തരത്തിൽ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ എന്തുണ്ടെങ്കിലും അങ്ങ് തീർത്തേക്ക് എന്നായിരുന്നു ഓഫീസേഴ്സ് അറിയിച്ചത്. അവരെല്ലാവരും വളഞ്ഞിട്ട് കൈലിനെ ഒരുപാട് മർദ്ദിച്ചു. പിന്നെയും അവിടെ നടന്ന കാര്യങ്ങളുടെ പേരിൽ കൈലിനെ ഏകാന്ത തടവിലേക്ക് മാറ്റി. എന്ത് ചെയ്താലും താനാണ് ക്രൂശിക്കപ്പെടുന്നത് എന്ന് കൈല് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഏകാന്ത തടവിലെത്തിയ കൈല് ഭിത്തിയിൽ മുട്ടി. മറുവശത്ത് പഴയ ഏകാന്ത തടവിൽ വെച്ച് പരിചയപ്പെട്ട് തന്നെ സഹായിച്ച വ്യക്തിയുണ്ടോ എന്നറിയാനായിരുന്നു അത്. അവിടെ അയാൾ ഉണ്ടായിരുന്നു. ഭിത്തിയിൽ മുട്ടിയുള്ള സംസാരത്തിലൂടെ അയാളുമായി കയ്യിൽ പരിചയത്തിലായി. അവർ തമ്മിൽ ഒരു സൗഹൃദവും ഉടലെടുത്തു. അത് യാഥാർത്ഥ്യത്തിൽ മൈലോക്കായിരുന്നു. കഥാരംഭത്തിൽ മൈലോക്ക് ഒരാളെ ആക്രമിക്കുന്നത് കണ്ടിരുന്നല്ലോ. അതിന്റെ പേരിൽ ഏകാന്ത തടവിലേക്ക് മൈലോക്ക് അന്ന് മാറ്റപ്പെട്ടതാണ്. പിന്നീട് കയ്യിൽ ഏകാന്ത തടവിൽ നിന്ന് പുറത്താക്കപ്പെട്ട് തന്റെ സെല്ലിലേക്ക് പോകുമ്പോ ആൻഡ്രേ വീണ്ടും കൈലിനെ എതിരിടാൻ ചെന്നു. കൈലിനെ കളിയാക്കി പ്രകോപിപ്പിക്കാൻ ആൻഡ്രേ ശ്രമിച്ചെങ്കിലും കൈലൊന്നും തന്നെ മിണ്ടിയില്ല. പിന്നീട് കൈല് തന്റെ സെല്ലിലേക്ക് പോന്നു. അന്ന് സെല്ലിലെത്തിയപ്പോ കൈല് 451 എഴുതിക്കൊണ്ടിരുന്ന ബുക്ക് എടുത്ത് വായിച്ചു. അയാളെ പറ്റിയുള്ള വിവരങ്ങളും അതിൽ നിന്ന് ഏറെക്കുറെ കൈലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പ്രശ്നർ 451 അത് കണ്ടെങ്കിലും കൈലിനെ ഒന്നും ചെയ്തതേയില്ല. അന്ന് പക്ഷേ ഉച്ചഭക്ഷണ സമയത്ത് ആൻഡ്രേ വീണ്ടും കൈലിനെ പ്രൊവോക്ക് ചെയ്യാനെത്തി. ഇത്തവണ സഹിക്കാൻ കൈലിന് പറ്റില്ലായിരുന്നു. കൈല് ആൻഡ്രയെ കടന്നാക്രമിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ഗാർഡുകൾ വീണ്ടും ആൻഡ്രയെ പിടികൂടി വീണ്ടും ഐസൊലേഷനിലാക്കി ഏകാന്ത തടവിലേക്ക് മാറ്റി. അന്നായിരുന്നു മറ്റൊന്നുകൂടി സംഭവിച്ചത്. പുറത്തു ജോലി സ്ഥലത്ത് ഗാർഡുകളുടെ ഒരു വാഹനം ഒരു ലാൻഡ് മൈനിൽ കയറി പൊട്ടിത്തെറിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറിയപ്പോൾ ബില്ലി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. മറ്റ് ചില തടവുപുള്ളികളും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരെല്ലാവരും പിടികൂടപ്പെട്ടു. വളരെ ക്രൂരമായിട്ടായിരുന്നു അവരൊക്കെ ശിക്ഷിക്കപ്പെട്ടത്. മോശം ഉദ്ദേശങ്ങളുള്ള ചില തടവുപുള്ളികൾക്ക് പണം വാങ്ങി ഗാർഡുകൾ അവരെ വിൽക്കുക പോലും ചെയ്തു. ഇതേ സമയം കൈലിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ തുടർന്നാൽ ഒന്നും ശരിയാവില്ല എന്ന സത്യം. തന്റെ ആരോഗ്യം വീണ്ടെടുക്കണം എന്നുറപ്പിച്ച കൈല് അതിനായി കൂടുതൽ പരിശീലനത്തിലേർപ്പെട്ടു. ആൻഡ്രയ്ക്കെതിരെ പൊരുതുവാൻ കൈല് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. പാർക്കയിൽ ഇറങ്ങണമെങ്കിൽ നല്ലൊരു അത്ലറ്റിക് ബോഡിയാക്കണം. മികച്ച രീതിയിൽ അവൻ വർക്കൗട്ട് ചെയ്തു. ശക്തമായ ഒരു ബോഡി ബിൽഡ് ചെയ്തെടുത്തു. അങ്ങനെ അടുത്ത സ്പാർക്കയിൽ ആൻഡ്രയ്ക്കെതിരെ പൊരുതുവാൻ ഇറങ്ങിയത് കൈലായിരുന്നു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. പക്ഷേ മികച്ച ഫൈറ്ററായ ആൻഡ്രയ്ക്കെതിരെ പിടിച്ചു നിൽക്കൽ അത്ര എളുപ്പമല്ലല്ലോ. കൈലിനെ ആൻഡ്രയെ അടിച്ച് താഴെയിട്ടുകൊണ്ടിരുന്നു. എന്നിരുന്നാലും ഒരു ഘട്ടത്തിൽ കൂടുതൽ വീറോടെ കൈല് തിരിച്ചടിച്ചു. ആൻഡ്രയെ താഴെ വീഴ്ത്തി അവന്റെ കഴുത്തിൽ കടിച്ചു. ഗാർഡുകൾ പിന്മാറ്റാൻ ശ്രമിച്ചെങ്കിലും തന്റെ ആക്രമണം കൈല് തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ കഴുത്ത് കടിച്ചു മുറിച്ച് ആൻഡ്രയെ കൈലങ്ങ് കൊന്നുതള്ളി. അന്നു മുതൽ കൈലിന് ജയിലിലൊരു റെപ്യൂട്ടേഷൻ കിട്ടാൻ ആരംഭിച്ചു. ഗാർഡുകൾ പണ്ട് ആൻഡ്രയെ സേവിച്ച പോലെ കൈലിനെ സേവിക്കാൻ തുടങ്ങി. കൈലിനെ വെച്ച് ഫൈറ്റിൽ പങ്കെടുപ്പിച്ച് പണമുണ്ടാക്കലായിരുന്നു ജയിൽ ഗാർഡുകളുടെയും വാർഡന്റെയും ലക്ഷ്യം. ഗാർഡുകളുടെ ടൂളായി കൈല് മാറുന്നത് മറ്റുള്ളവർ നോക്കിക്കണ്ടിരുന്നു. സെല്ലിലെത്തിയപ്പോ പ്രശ്നർ 451 പോലും കൈലിനെ വാൺ ചെയ്തു. ഗാർഡുകളുടെ വെറും ഒരു കളിപ്പാവിയായി നീ മാറരുത്, നിന്നെ തന്നെ നീ മറന്നുകളയരുത് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. വൈകാതെയായിരുന്നു റഷ്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ വന്നത്. അന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ബില്ലി ഒരു ശ്രമം നടത്തി. തനിക്കേൽക്കുന്ന പീഡനങ്ങളിൽ ബില്ലിക്ക് അതോടെ ഒരുപാട് മനമെടുത്തു പോയിരുന്നു. എങ്ങനെങ്കിലും രക്ഷപ്പെടാനായിരുന്നു അവൻ ശ്രമിച്ചത്. രക്ഷപ്പെട്ടു പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തതും അതിനായി കീ കൊടുത്തതും മലക്കയായിരുന്നു. സാധാരണ വലിയ പണമൊക്കെ വാങ്ങി അയാൾ ചെയ്യുന്ന കാര്യമാണത്. പക്ഷേ ബില്ലിക്ക് വേണ്ടി എന്തുകൊണ്ടോ അയാൾ സൗജന്യമായി അത് ചെയ്തു കൊടുത്തു. കൈലിനടുത്തെത്തി ബില്ലി ഗുഡ് ബൈ പറഞ്ഞു. ഇതേ സമയമായിരുന്നു റഷ്യൻ മാഫിയയിലെ അംഗമായ വാല്യ എന്ന പേരുള്ള ഒരു പ്രശ്നർ ജയിലിലേക്ക് എത്തിച്ചേരുന്നത്. പാർക്കയിൽ കൈലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടായിരുന്നു അവന്റെ വരവ്. അന്ന് രാത്രിയിൽ പ്രിസണേഴ്സൊക്കെ ഡിന്നർ കഴിക്കാനിരിക്കുമ്പോ ബില്ലി രക്ഷപ്പെട്ടു പോവാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു പോകുന്ന കാര്യം മലക്കായി തന്നെ ഗാർഡുകൾ കൊറ്റിക്കൊടുത്തിരുന്നു. മലക്കായുടെ തന്നെ പ്ലാനായിരുന്നു അത്. അതിന്റെ പേരിൽ പ്രിസണേഴ്സുമായി സംസാരിച്ച് തനിക്ക് വേണ്ട മെഡിസിൻ
എവിഡൻസ് വാങ്ങിയെടുക്കലായിരുന്നു മലക്കായുടെ ലക്ഷ്യം. അകലെ നിന്നും പ്രസന്റ് നമ്പർ 451 മലക്കായുടെ ഈ ചതിയൊക്കെ നോക്കിക്കണ്ടിരുന്നു. ബില്ലിയുടെ എസ്കേപ്പ് പ്ലാൻ വലിയ തോതിൽ പരാജയപ്പെട്ടു. അപ്പോൾ നടന്ന സ്പാർക്ക ഫൈറ്റിൽ വിജയിച്ച വാല്യയ്ക്കുള്ള പ്രതിഫലമായി ബില്ലി മാറി. വാല്യയ്ക്കടുത്ത് ബില്ലിയാക്കി ഗാർഡുകൾ പോയി. വാല്യയുടെ ശ്രമങ്ങളെ എതിർക്കാൻ ബില്ലി ശ്രമിച്ചുകൊണ്ടിരുന്നു. വാലയിൽ നിന്ന് അവൻ ക്രൂരമർദ്ദനത്തിനിരയായി. പിറ്റേന്ന് ശക്തമായി പരിക്കേറ്റ് മരണത്തോട് മല്ലിട്ട് കിടന്ന ബില്ലിയെ കയ്യിൽ കണ്ടെത്തുകയായിരുന്നു. മരണപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പ് ബില്ലി കൈലിനോട് പറഞ്ഞു, ഇവരുടെ ട്രാപ്പുകളിൽ നീ വീണുപോകരുത്. നിങ്ങൾ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യണം. ഈ ഗാർഡുകളെയും വാലിയെയും എല്ലാം കൊന്നുതള്ളണം. ബില്ലിയുടെ ആ അവസാന വാക്കുകൾ കൈലിന്റെ കണ്ണു തുറപ്പിച്ചിരുന്നു. ഗാർഡുകളുടെ കളിപ്പാവയാവാൻ ഇനി താൻ നിന്നുകൊടുക്കില്ല എന്ന് കൈല് തീരുമാനിച്ചു. പിന്നീട് വാലിയുടെയും കൈലിന്റെയും സ്പാർക്ക ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. പക്ഷേ ഫൈറ്റിനിറങ്ങാതെ കൈല് മാറി നിന്നു. അതോടെ ബെറ്റ് കെട്ടിയ വാർഡന്റെ അടക്കം പണം നഷ്ടപ്പെട്ടു. വാർഡനടക്കം ദേഷ്യം വന്നിരുന്നു. തങ്ങളുടെ അതോറിറ്റി അംഗീകരിക്കാത്ത കൈലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അവർ പൊരിവെയിലത്ത് കൈലിനെ കെട്ടിത്തൂക്കി. ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ചാലേ വെറുതെ വിടൂ എന്ന് പറഞ്ഞു. പക്ഷേ കൈല് തോറ്റു പിന്മാറിയില്ല. ശിക്ഷ ഏറ്റുവാങ്ങി ആ പൊരിവെയിലത്ത് കിടന്നു. അധികാരികൾക്കെതിരെ പ്രതികരിച്ചു നിൽക്കാനുള്ള കൈലിന്റെ ആ തന്റെ ഇടവും ധൈര്യവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ 451 മലക്കായെ കണ്ടു. തനിക്ക് കുറച്ച് കെറോസിൻ വേണം, മണ്ണെണ്ണ വേണമെന്ന് 451 ആവശ്യപ്പെട്ടിരുന്നു. മലക്കായ അത് രഹസ്യമായി 451ന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ആ സമയം അയാൾ മലക്കായോട് ചതിയെപ്പറ്റി ചോദിച്ചു. ബില്ലിയുടെ മരണത്തിന് താനാണ് കാരണമെന്ന് പറഞ്ഞ് 451 മലക്കായുടെ ദേഹത്തേക്ക് അയാൾ കൊണ്ടുകൊടുത്ത അതേ മണ്ണെണ്ണയൊഴിച്ചു. അയാളെ തീയിട്ട് കൊന്നു. ബില്ലിക്ക് വേണ്ടിയുള്ള ഒരു പ്രതികാരം. മലക്കായി തീയിൽ കത്തിയെറിയുമ്പോൾ 451ന്റെ ഓർമ്മയിൽ തെളിഞ്ഞത് തന്റെ പഴയകാലമായിരുന്നു. കുട്ടിയായിരുന്ന 451നെ അവന്റെ അധ്യാപകൻ ലൈംഗികമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ അയാൾ ആ അധ്യാപകനെ തന്നെ കൊന്നു. ഇതേ രീതിയിൽ തീയിട്ടായിരുന്നു കൊന്നത്. ദിവസങ്ങളോളം കയ്യിൽ പൊരിവെയിലത്തും മഴയിലും കെട്ടിത്തൂക്കിയിട്ട നിലയിൽ ഗ്രൗണ്ടിൽ തന്നെ നിന്നു. പ്രശ്നേഴ്സ് ഒക്കെയും ആദ്യഘട്ടത്തിൽ അത് കണ്ട് സിമ്പതിയോടെ നോക്കി. പക്ഷെ പിന്നാലെ ആൻഡ്രയുടെ ഗ്യാങ്ങിന്റെ അടക്കം മനോഭാവം മാറാൻ തുടങ്ങി. ഇത്തരത്തിൽ കൈലിനെ പ്രതിരോധിക്കാമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കുമായി കൂടാ, തങ്ങൾ കൈലിനെ സപ്പോർട്ട് ചെയ്യും എന്ന മട്ടിലൊക്കെ അവർ ചിന്തിക്കാൻ ആരംഭിച്ചു. അതോടെ ജയിലിനകത്തെ ഗ്യാങ് ഫൈറ്റ് ഒക്കെ അവസാനിപ്പിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി മാറി. ഇനി ജയിൽ അധികൃതർക്കു വേണ്ടി പരസ്പരം തമ്മിത്തല്ലി മരിക്കില്ല എന്നവർ തീരുമാനിച്ചു. അത് ഗാർഡുകളെയും വാർഡനെയും ചൊടിപ്പിച്ചിരുന്നു. എങ്ങനെയെങ്കിലും കൈലിനെ കൊണ്ട് ഒരു തവണ കൂടി ഫൈറ്റ് ചെയ്യിപ്പിച്ചാലേ ഇതൊക്കെ ശരിയാകൂ എന്ന് വാർഡൻ ചിന്തിച്ചു. കൈലിനെ വാർഡൻ മോചിപ്പിച്ചു. ഒരിക്കൽ കൂടി തങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം, അതിൽ പിന്നെ ഫൈറ്റ് ചെയ്യണ്ട എന്ന മട്ടിൽ വാർഡൻ കൈലിനോട് പറഞ്ഞു. കൈല് പക്ഷേ തയ്യാറായിരുന്നില്ല. എന്നിരുന്നാലും വാർഡൻ നിർബന്ധിച്ച് കൈലിനെ ഒരു ഫൈറ്റിനായി കൊണ്ടുചെന്നിട്ടു. ഇത്തവണ അവനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറക്കിയത് മൈലോക്കിനെ തന്നെയായിരുന്നു. തന്റെ എതിരിൽ നിൽക്കുന്നത് ഏകാന്ത തടവിൽ താമസിച്ചപ്പോൾ തന്റെ കൂടെ കിടന്ന് സംസാരിച്ച, ഭിത്തിയിലൂടെ മുട്ടലിലൂടെ ആശയങ്ങൾ കൈമാറിയ കൈലാണെന്ന കാര്യം മൈലോക്കിന് അറിവേ ഉണ്ടായിരുന്നില്ല. മൈലോക്ക് കൈലിനെ ആക്രമിച്ചു. ഒരു ഘട്ടത്തിൽ തനിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് മൈലോക്കായിരിക്കും എന്ന് ചിന്തിച്ച കൈല് ഭിത്തിയിൽ മുട്ടി സംസാരിക്കുന്ന പോലെ അവിടെ ഭിത്തിയിൽ മുട്ടി ശബ്ദമുണ്ടാക്കി. പെട്ടെന്ന് തന്നെ മൈലോക്ക് അത് കൈലാണെന്ന് തിരിച്ചറിഞ്ഞു. അതോടെ മൈലോക്കും ഫൈറ്റ് അവസാനിപ്പിച്ചു. കൈല് തന്റെ ഫ്രണ്ടാണ് എന്ന മട്ടിൽ പറഞ്ഞ് അവിടെ നിന്നപ്പോ തോക്ക് ചൂണ്ടി അവരോട് ഫൈറ്റ് തുടരാൻ വേണ്ടി ഗാർഡുകൾ ആവശ്യപ്പെട്ടു. വേണമെങ്കിൽ എന്നെ വെടിവെച്ചു കൊന്നു, ഞാനിനി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല എന്നായിരുന്നു കൈൽ പറഞ്ഞത്. അതോടെ തടവുപുള്ളികളും അവരെ സപ്പോർട്ട് ചെയ്ത് ഒച്ചയുണ്ടാക്കാൻ ആരംഭിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് വാർഡനും ഗാർഡനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതോടെ കൈലും മൈലോക്കും ഗാർഡുകൾക്കെതിരെ തിരിഞ്ഞു. മൈലോക്കിനെ ഗാർഡുകൾ ആക്രമിക്കാൻ ചെന്നപ്പോൾ വെടിവെച്ചു കൊന്നു. കൈലോക്ക് അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടിരുന്നു. കലാപം തുടർന്നുകൊണ്ടിരിക്കെ 451ഉം കൈലും മാറിയിരുന്ന് സംസാരിച്ചു. ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. ആരെന്ന് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിന്നെ ഞാനെന്താ ജീവനോടെ വെച്ചത് എന്ന് നിനക്കറിയാമോ? നീ മറ്റുള്ളവരെ പോലല്ല. നീ എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചില്ല, സംസാരിച്ചുമില്ല. പക്ഷേ നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ജയിലിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പോകണം. നിനക്ക് അതിന് സാധിക്കുകയുള്ളൂ. എന്റെ പക്കൽ കഴിഞ്ഞ 20 കൊല്ലമായി ഈ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളുടെ തെളിവുകളുണ്ട്. അത് നീ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തെത്തിക്കണം. ഇവിടുത്തെ അഴിമതികളും മറ്റും പുറത്തെത്തിയാൽ ഈ ജയിൽ അടച്ചുമൂടപ്പെടും. ഇവിടുത്തെ അന്തേവാസികൾക്ക് നീതി ലഭിക്കും. ഇതേസമയം മറുവശത്ത് കലാപം വാർഡനും സംഘവും ചേർന്ന് കനത്ത തോതിൽ അടിച്ചമർത്തി. പിറ്റേന്ന് നേരം പുലർന്നപ്പോ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. 451 കൈലിനടുത്തെത്തി. തെളിവുകളൊക്കെ കൈലിന് കൈമാറി.
കൈമാറി നീ ഫൈറ്റിന് തയ്യാറാണ് എന്ന് അധികാരികളോട് പറയണം. ബാല്യക്കെതിരെ നിന്റെ സ്പാർക്ക ഫൈറ്റ് അവർ സംഘടിപ്പിക്കും. ഫൈറ്റിൽ നീ ജയിച്ചാലും തോറ്റാലും നിന്നെ കൊല്ലാനായിരിക്കും അവർ തീരുമാനിക്കുക. ജയിലിൽ വെച്ച് കൊല്ലാതെ പുറത്തു കൊണ്ടുപോയി കൊല്ലാൻ അവർ ശ്രമിക്കും. അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരം. ഞാൻ നിന്നെ അപ്പോൾ സഹായിച്ചോളാം. 451 കൈലിന് ഉറപ്പുകൊടുത്തു. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കൈല് തീരുമാനിച്ചു. അങ്ങനെയധികം വൈകാതെ കൈലും വാലിയുമായുള്ള ഫൈറ്റ് അരങ്ങേറുകയാണ്. ശക്തമായ ഏറ്റുമുട്ടൽ തന്നെ നടന്നു. രണ്ടുപേരും സ്കില്ലുള്ളവരായതുകൊണ്ട് കനത്ത പോരാട്ടം തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വാലിയുടെ കൈയൊടിച്ച് കൈല് മത്സരത്തിൽ വിജയിക്കാൻ ശ്രമിച്ചു. ദേഷ്യം കയറിയ വാലിയ ചതി പുറത്തെടുത്തു. തന്റെ കയ്യിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് കൈലിനെ ആക്രമിക്കാൻ തുടങ്ങി. കയ്യിൽ ഒഴിഞ്ഞുമാറിയപ്പോ റഷ്യൻ മാഫിയ ലീഡറിന് തന്നെ വാലിയുടെ പക്കൽ നിന്ന് കുത്തേറ്റു. പിന്നാലെ കൈല് വാലിയെ കടന്നാക്രമിച്ചു. ശക്തമായ തിരിച്ചടിയിലൂടെ വാലിയെ പരാജയപ്പെടുത്തി. 451 കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. മത്സരത്തിൽ കൈല് വിജയിച്ചെങ്കിലും ഗാർഡുകൾ അവനെ ബന്ദിയാക്കി അവിടെ നിന്ന് കൊണ്ടുപോവാൻ തുടങ്ങി. പാർക്കിംഗ് ലോട്ടിലേക്കായിരുന്നു അവർ കൈലിനെ കൊണ്ടുപോയത്. അവിടെ വെച്ച് കൊല്ലാനായിരുന്നു പദ്ധതി. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട് 451 അവിടെ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കൈലിനെ കൊല്ലാൻ ശ്രമിച്ച ഗാർഡുകളെ 451 ആക്രമിച്ചു. കൈലും അതിൽ പങ്കുചേർന്നു. ഗാർഡുകളെ കീഴ്പ്പെടുത്തിയ ശേഷം അതിലൊരു ഗാർഡിന്റെ യൂണിഫോം എടുത്ത് ധരിച്ച് അവരുടെ കാറിൽ തന്നെ കൈല് പുറത്തേക്ക് പോവാൻ ആരംഭിച്ചു. പോകുന്നതിനു മുമ്പ് അധികാരികൾക്ക് കൈമാറാൻ വേണ്ട തെളിവുകൾ 451 കൈലിനെ ഏൽപ്പിച്ചു. ധൈര്യം സംഭരിച്ച് കൈല് കാറെടുത്ത് ഓഫീസറുടെ വേഷത്തിൽ പുറത്തേക്ക് ഡ്രൈവ് ചെയ്തു. ഫൈറ്റിൽ ബെറ്റ് വെക്കാനെത്തിയ ഏതോ ഓഫീസറായിരിക്കും എന്നായിരുന്നു ഗേറ്റിൽ കാവൽ നിന്നിരുന്ന പോലീസുകാർ കരുതിയത്. അതുകൊണ്ട് തന്നെ കൈലിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റി. ഇതേസമയം മറുവശത്ത് 451 വാർഡന്റെ മുറിയിലേക്ക് കടന്നു ചെന്നിരുന്നു. ജയിലിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ വാർഡനെ 451 എതിരിട്ടു. ക്രൂരമായി അയാളെ അവൻ കൊന്നുതള്ളി. പിന്നാലെ മറ്റു ഗാർഡുകൾ വരുവാൻ വേണ്ടി സോഫയിൽ കാത്തിരിക്കാൻ ആരംഭിച്ചു. സുരക്ഷിതമായി പുറത്തെത്തിയ കൈല് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇതേസമയം ഗാർഡുകൾ 451 പിടികൂടി എങ്ങോട്ടേക്കോ കൊണ്ടുപോവുകയായിരുന്നു. പുറത്തെത്തിയ കൈല് തെളിവുകൾ അമേരിക്കൻ എംബസിക്കും മറ്റും കൈമാറി. കൈലിനെ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് അവർ രക്ഷപ്പെടുത്തി. അധികം വൈകാതെ ആ ജയിലിനെതിരെയുള്ള തെളിവുകൾ പുറത്തുവരികയും 3 മാസത്തിനുള്ളിൽ ജയിൽ അടച്ചുമൂടപ്പെടുകയും ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.